ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നതാണല്ലോ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എല്ലാ കേൾവിക്കാരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ വളരെയധികം സ്നേഹത്തോടെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവ് സന്തോഷമായിരിക്കുകയാണല്ലോ. ഓക്കെ, കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മുടെ കേൾവിക്കാർക്കൊക്കെ വളരെ അനുഗ്രഹമായി തീരും. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ദേവദാസനെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളുടെ മഹാസാന്നിധ്യത്തെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വിലയേറിയ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും അത്ഭുതങ്ങളും എല്ലാം കേൾക്കുവാനാ കർത്താവിൻ്റെ ആ സ്നേഹം അറിഞ്ഞത് ഹല്ലേലൂയ പ്രസ്താവിപ്പാനുള്ള എല്ലാ കൃപയും നിന്റെ ദാസന്റെ മേൽ ദൈവം അധികമായി പകരുമാറാകണമേ. കർത്താവെ, കേൾക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായി മാറുവാന്, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന്, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. അല്പസമയം ഞങ്ങളുടെ സാന്നിധ്യത്തിനുള്ള ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദേവദാസനെ വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ ദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ദേവദാസന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്താട്ട്. എന്റെ പേര് മോനിയർഗീസ് എന്നാണ്. ഞാനിപ്പോൾ മാവേലിക്കരയ്ക്ക് അടുത്ത് അറുന്നൂറ്റിമംഗലം എന്ന സഭയിൽ നിന്ന് ശുശ്രൂഷിക്കുക. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ശബ്ദത്തിലേക്ക് എന്നെ ശ്രവിക്കുന്ന, ഈ മലയാളം ശ്രവിക്കുന്ന എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനത്തെ ഈ ദിനത്തെ അറിയിച്ചാൽ ജോയ്സ് ടി വിക്കും അതിന്റെ പ്രവർത്തകർക്കും എന്റെ നന്ദി വന്ദനത്തെയും അറിയുകയും നമ്മുടെ ആളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖാന്തരം ഒരുക്കിയ എന്റെ സ്വവിശ്വാസിയും അച്ഛൻ്റെ മണികണ്ഠൻ കുടുംബത്തിലുള്ള നന്ദി വന്ദനത്തെയും ഈ ദിനത്തെ അറിയിക്കുകയും നമ്മുടെ ആളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. എല്ലാവരും ശുഭമായും സുഖമായി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. 2025 നമ്മെ വെൽക്കം ചെയ്തു. അനേക സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായെന്ന് ബൈബിൾ പഠിക്കുന്ന ഓരോ വ്യക്തിക്കും അത് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തമായ അടയാളത്തോടു കൂടിയാണ് നമ്മൾ 2025 നാം കടന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത് അറിയാം. ഞാൻ ഒത്തിരി ആ കാര്യങ്ങൾക്കൊന്നും കടന്നു പോകുന്നില്ല. സ്തോത്രം. എന്റെ സാക്ഷ്യം പറയാനൊരു അവസരം ഈ ഒരു വേദിയിൽ എനിക്ക് ലഭിച്ചതോർത്ത് എത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു സാക്ഷി ഉളവാക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. ദൈവം ധാരാളമായി ഈ സാക്ഷ്യം കേൾക്കുന്നവരെ മാത്രമല്ല ബൈബിൾ കേൾക്കുന്നവരൊക്കെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് ദേവദാസനെ ധാരാളം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കേൾവിക്കാർക്ക് എല്ലാം വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസനെ അതിനായി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. ഞാൻ ആരംഭമായി ഒരു വാക്യം വായിച്ച ശേഷം എന്റെ സാക്ഷിയിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടെ നിജ പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. സ്തോത്രം. ശലോമോൻ പറയപ്പെട്ട ഈ ഒരു വാക്യം പലപ്പോഴും ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അവൻ സകലം അതതിന്റെ സമയത്ത്, ആ സമയമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അത് ആരൊക്കെ തടസ്സം നിന്നാലും ഏതൊക്കെ മേഖല തടസ്സം നിന്നാലും ശരി തന്നെ ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടും. ഇനി ആരൊക്കെ നമ്മളെ മൂടി വെച്ചാലും, ഇനി ആരൊക്കെ പുറലോകം കാണാതെ ഏതൊക്കെ മേഖല അടച്ചു വെച്ചാലും ശരി തന്നെ ദൈവ സമയമാകുമ്പോൾ ആ വ്യക്തി പുറത്തു കൊണ്ടുവരും. സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദവാക്യമാണ്. ഞാൻ ആ വാക്യത്തിൽ ഒത്തിരി സംസാരിച്ച് താല്പര്യപ്പെടുന്നില്ല. ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എനിക്ക് നന്നായി സംസാരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. എനിക്ക് കാഷ്വൽ ടോക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ്. ശുശ്രൂഷിക്കുമ്പോൾ ഈ സംഭാഷണമല്ല. യൂട്യൂബിൽ എന്റെ മെസ്സേജ് കടപ്പും ഡൽഹിയിൽ ശുശ്രൂഷിച്ച ലൈവ് ആയിരുന്നു. അത് എന്റെ പേരടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലൈവിൽ
യൂട്യൂബിൽ ആ മെസ്സേജ് കാണാം. സ്തോത്രം. ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സംഭാഷണമല്ല, ഈ ഒരു ടോക്കല്ല ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടാകുന്നത്, വേറൊരു ടോക്കാണ്. അത് ആത്മാവിന്റെ നടത്തിപ്പായവർ അങ്ങോട്ട് പോകുന്നു. സ്തോത്രം. ആമേൻ. എനിക്ക് 2 പേരാണുള്ളത്. ഒന്ന്, എന്റെ ആദ്യത്തെ പേര് സെബാസ്റ്റ്യൻ എന്നായിരുന്നു. 6 വയസ്സിൽ എന്റെ പേര് സെബാസ്റ്റ്യൻ. എന്നെ സ്കൂളിൽ ചേർത്തും സെബാസ്റ്റ്യൻ ഞാൻ സ്കൂളിൽ ചേർത്തതും. 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് തൊട്ടടുത്താണ് സ്കൂൾ, വലിയ ദൂരമൊന്നുമല്ല. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു യാക്കോബെ കുടുംബമാണ്, കൂട്ടുകുടുംബമായിരുന്നു. 7ാമത്തെ ഇപ്പാപ്പൻ കെട്ടിയപ്പോഴാണ് മൂത്ത ആള് വേറെ മാറുന്നത്. അപ്പൊ അത് ചിന്തിക്കുക, ഞങ്ങള് വീട്ടിൽ ചേട്ടന്മാർ 12 മക്കളാണ്, 11 ആണും 1 പെണ്ണും. അതാണ് പപ്പയുടെ സഹോദരങ്ങൾ. അപ്പൊ 7ാമത്തെ ആളെ കെട്ടിയപ്പോഴേക്കും പിന്നെ കിടക്കാൻ സ്ഥലമില്ല. 12 മുറിയാണ് വീടിന്. ആ 12 മുറിയിലെ വീട് പിന്നെ കിടക്കാൻ സ്ഥലത്തിലാണ് മൂത്ത ആള് വേറെ മാറി താമസിക്കാൻ തുടങ്ങിയത്. ഞാൻ കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്റെ കൂടെ എന്റെ പ്രായത്തിലുള്ള കൊച്ചുമക്കൾ ഉണ്ട്. അവരൊക്കെ വയ്ക്കുമ്പോഴാണ് 6ാമത്തെ വയസ്സിൽ നേരത്തെ അടുത്ത സ്കൂളിൽ എന്നെ ചേർത്തു. 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. 6 മാസമായപ്പോഴേക്ക് എനിക്കൊരു പനി വന്നു. ആ പനിയാണ് എന്റെ ജീവിതത്തെ മൊത്തമായി താളം തെറ്റിച്ചതും. ആ പനി വന്നതുകൊണ്ട് ഞാൻ യേശുവിനെ അറിഞ്ഞു, യേശുവിനെ സൗഖ്യമാക്കി എന്ന് വേണം ചിന്തിക്കാൻ. ശലമൻ പറഞ്ഞ വാക്ക് അതങ്ങനെ തന്നെ അനുവൃത്തമായി എന്ന് വേണം ചിന്തിക്കാൻ. കാരണം 6ാമത്തെ വയസ്സിൽ എനിക്ക് പനി വന്നു. ആ പനി എനിക്ക് വിട്ടുമാറുന്നില്ല. ആയിനടുത്തുള്ള കൃഷ്ണപിള്ള ഡോക്ടർ ലോകത്തിലുള്ള മരിച്ചുപോയി. ആമ്പാടി മെഡിക്കൽ സെന്റർ ആണെന്ന്, ഹോസ്പിറ്റലാണ്. അവിടെ എന്നെ കൊണ്ടുപോയി ഏകദേശം 2 ദിവസം അവിടെ എന്നെ ട്രീറ്റ് ചെയ്തു. ഓരോ സെക്കൻഡ് കഴിയും തോറും ചൂട് നോക്കുമ്പോൾ 105, 110 ഡിഗ്രിയിലേക്ക് ചൂട് വരാൻ തുടങ്ങി. അത് രോഗം എന്തെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടുന്ന് എന്റെ അമ്മാച്ചൻ, അമ്മയുടെ ആങ്ങള വഴക്കുണ്ടാക്കിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും. പോകുന്ന വഴിക്ക് കാരറ്റുള്ള ഡോക്ടറെ, കോശി, അദ്ദേഹം ലോകത്തിലില്ല, മരിച്ചുപോയി, പുത്തൂരാജത്തിന്റെ വീട്. കോശി ഡോക്ടറാണ് എന്റെ അമ്മയുടെ ഹാർട്ടിന്റെ പ്രശ്നം കണ്ടെത്തിയത്. അപ്പൊ അവിടെ കൊണ്ടുപോകാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് കോശി ഡോക്ടർ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു, എത്രയും വേഗം 1/2 മണിക്കൂറിനകം മെഡിക്കോളെ എത്തിക്കൂ, കുഞ്ഞിന്റെ നേരെ ആകെ വഷളാണ്, എത്തിക്കാൻ പറ്റും എത്തിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ മെഡിക്കോൾ എത്തിച്ചു. മെഡിക്കോൾ എത്തിയപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല, എങ്കിലും നോക്കാം, എന്നെ അഡ്മിറ്റ് ചെയ്തു. നീണ്ട 4-5 മാസം ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഈ സമയമൊക്കെയും എനിക്ക് പുറമെ ബോധമില്ല. എനിക്ക് പറയുന്നത് കേൾക്കാമെങ്കിലും അത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് രോഗമാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. 6 വയസ്സ് എനിക്ക് പ്രായമുണ്ടെങ്കിലും 8 വയസ്സുകാരന്റെ ബോഡി എനിക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു അസുഖം ഭാരപ്പെട്ടു. 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, അവന്റെ രോഗം എന്താണ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യുകയാണ്, നാളെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടറെ ഇന്ന് രാത്രി വൈകിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, അന്ന് ഫോൺ സൗകര്യമൊന്നുമില്ല, വണ്ടി നാട്ടിൽ ആള് വരണം, എങ്കിൽ മാത്രം നാളെ രാവിലെ പപ്പ വരുന്നുണ്ട്, പപ്പ വന്നിട്ട് പൊയ്ക്കോളാം. അന്ന് രാത്രി അവിടെ കിടക്കാനുള്ള പെർമിഷൻ ഡോക്ടറോട് വാങ്ങി. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എപ്പോ പോയാലും 13ാമത്തെ വാർഡ്, 13ാം ബെഡ്, അവിടെ പോയി 1 നിമിഷം നിന്നിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുകയുള്ളൂ. കുട്ടികളുടെ വാർഡിലെ 13ാമത്തെ വാർഡും 13ാമത്തെ ബെഡും എനിക്ക് മറക്കാനാകാത്ത, എന്നെ ജീവിതത്തിലേക്ക് പിന്നെ കൊണ്ടുവന്ന 13ാമത്തെ വാർഡാണ് മെഡിക്കൽ കോളേജ് 13ാം വാർഡ്, കുട്ടികളുടെ വാർഡാണത്. എന്ത് രോഗം വന്ന് കണ്ടെത്തിയില്ല. അമ്മ അവിടെ കിടന്നു. അന്ന് രാത്രിയിൽ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എപ്പോഴും അമ്മ കിടന്ന് തലയിൽ കട്ടിൽ കിടക്കുന്ന അമ്മ ഉറങ്ങിപ്പോയി. രാത്രി ആയപ്പോൾ അമ്മ എടുത്ത് 2 പേര് വന്നിട്ട് ചോദിച്ചു, എന്തിനാ കരയണേ? അപ്പോഴാണ് അമ്മ പറയുന്നത്, എന്റെ ആദ്യത്തെ കുട്ടി 3ാമത്തെ മാസം അബോർഷനായി പോയി, വീണ്ടും 2ാമത്തെ കുട്ടിയാണ് ജനിച്ചു. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഈ SIT വന്നു, ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞാൻ ജനിച്ചത്. എല്ലാ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. എന്നെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഡെലിവറി ആകുന്ന നിമിഷം വരെയും എല്ലാ തിങ്കളാഴ്ചയും ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് പോയി ഇഞ്ചക്ഷൻ വെക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ജീവനോട് ഇരിക്കുള്ളൂ എന്ന് ഡോക്ടറെ പറഞ്ഞതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഇവിടുന്ന് വണ്ടി ഓടി ട്രിവാൻഡ്രം പോയി ഇഞ്ചക്ഷൻ എടുത്താണ് ഞാൻ ജനിച്ചതും. അപ്പൊ അത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് അമ്മ അത് നോക്കി കണ്ടപ്പോ പറഞ്ഞു, എന്റെ ഒരു കുട്ടി മരിച്ചുപോയി, ഈ 2ാമത്തെ കുട്ടി ഇങ്ങനെ എപ്പോ മരിക്കുമെന്ന് അറിയാൻ കഴിയുന്നില്ല,
വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. പറഞ്ഞപ്പോൾ വന്ന് ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഇല്ല, ഈ കുട്ടി മരിക്കില്ല, ഇവൻ ജീവിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ കൂടെ ഇതേ രോഗത്താൽ ഭാരപ്പെട്ട 7 കുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞു. 2-3 മാസം കൊണ്ട് ഈ എന്റെ കൂടെ പുസ്തകങ്ങൾ 8 പേരാണ് ബെഡിലുള്ളത്, ആ വാർഡിലുള്ളത്. ബാക്കി 7 കുട്ടികളും ഈ അസുഖത്താൽ മരണപ്പെട്ടു പോയി. ഞാൻ മാത്രം ശേഷിച്ചു. അപ്പൊ ഡോക്ടർ പറയുന്നു, ഇവന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നാളെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ ശേഷം അന്ന് രാത്രിയാണ് ഇവർ വന്ന് പറഞ്ഞു, ഈ കുട്ടി മരിക്കില്ല, ഇവൻ ജീവിക്കും, ഇവർ രാജ്യങ്ങളിലേക്ക് പോകും എന്ന് ഒരു ദൂത് പറഞ്ഞപ്പോൾ അമ്മ ഇപ്പൊ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കൈവിട്ടു. ഞങ്ങൾ വിശ്വാസമല്ല, യാക്കോബ സമയത്ത് നിൽക്കുന്ന സമയമാണ്. ആരാധനയും കടമതത്തയുടെ സേവയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി. ഞങ്ങളുടെ ഫാമിലി വെച്ച നേർച്ചകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതേ അറിയുള്ളൂ. പക്ഷെ അത് വന്നൊരാൾ പറഞ്ഞില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കൈവിടില്ല, യേശു ഇന്ന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം വന്നൽ ഒരാൾ എന്റെ കൈക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചിട്ട് ഭാഷകൾ സംസാരിച്ചു. ആ ഭാഷ എന്താണെന്ന് അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല. എന്റെ ഭാഷ സംസാരിക്കും. പിന്നെയാണ് മനസ്സിലായി മകളെ സ്ഥാപിക്കുന്ന കാര്യം പിന്നെയാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച അനന്തരം അമ്മ ഇവരെ യാത്രയാക്കാൻ വേണ്ടി ബെഡിന് ഡോറോടെ കടന്നുപോയി. അവരെ യാത്രയാക്കി തിരികെ വന്നപ്പോ അമ്മ കണ്ട കാഴ്ച, 4 മാസമായി എന്റെ ശരീരത്തിൽ ഏതെങ്കിലും അവയവം ഒന്ന് ചലിപ്പിക്കാൻ, എന്റെ തൊണ്ടയൊന്ന് തുറക്കാൻ, എന്റെ 2 സ്പൂണ് വെച്ച് വേണം എന്റെ പല്ലൊന്ന് ഒന്ന് അകർത്തിയിട്ട് കരിക്കും വെള്ളം ഒന്ന് ഒഴിച്ചു തരാൻ. അതേ വില കിടന്ന് ഞാന് ഇവരെ കൊണ്ടാക്കി തിരിയുമ്പോൾ അമ്മ കണ്ട കാഴ്ച, കിടക്കയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് അമ്മ കണ്ടത്. 4 മാസമായി എന്റെ ശരീരത്തിൽ ഒരവയവം പോലും ചലിക്കാതെ ഒരു തുടുപ്പ് മാത്രമുണ്ടായിരുന്ന ഞാന് ഒറ്റ രാത്രി ഞാൻ പ്രാർത്ഥനയിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. ആ അസ്വസ്ഥത ദൈവം സൗഖ്യമാക്കി. ഞാൻ കിടക്കി എഴുന്നേറ്റിരുന്നു. അമ്മ വാവിട്ട് നിലവിളിച്ചു പോയി. അപ്പൊ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു കാഴ്ച അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു. അപ്പൊ ഡ്യൂട്ടി നേഴ്സ് വിളിച്ചു പറഞ്ഞു, 13ാമത്തെ ബെഡിലെ സെബാസ്റ്റ്യന്റെ അമ്മ കരയുന്നു, ആള് മരിച്ചു പോയെന്ന്. രാത്രിയാണ് ചിന്തിക്കുക, രാത്രിയാണ് സംഭവം നടക്കുന്നത്. അവര് മരിച്ചുപോയി എന്ന് ചിന്തിച്ച് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ സെബാസ്റ്റ്യൻ മരിച്ചുപോയി, അമ്മ കിടന്ന് കരയുന്നു, വേഗം വരാൻ പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ വേഗം വന്നു. നോക്കിയപ്പോ ഡോക്ടറെ കണ്ട കാഴ്ച, ഞാൻ കിടക്കയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടർക്ക് അതിശയമായി. ഡോക്ടർ ചോദിച്ചു, ഈ കുട്ടിക്ക് ഇപ്പൊ ഏത് മരുന്നാണ് കൊടുത്തത്? ആരെ ഇഞ്ചക്ഷൻ ചെയ്ത് ഏത് മരുന്നാണ് കൊടുത്തത്? ആ മരുന്ന് കാണാൻ വേണ്ടി ഡോക്ടർ ആരും മരുന്ന് കൊടുത്തില്ല, ഇഞ്ചക്ഷൻ ചെയ്തില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? അമ്മ പറഞ്ഞു, ഇവർ 2 പേര് വന്നു, അവർ പ്രാർത്ഥിച്ചു, കടന്നുപോയി. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഈ രാത്രി ഇവിടെ ആരാ വരുന്നത്? സെക്യൂരിറ്റി പുറത്തുണ്ട്. അവിടെ രാത്രി അങ്ങനെ പെർമിഷൻ പെർമിഷൻ വേണ്ടി രാത്രി 1 മണിക്കൊന്നും അവിടെ ആരെ കയറ്റിവിടില്ല, പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. വാതിൽക്ക് സെക്യൂരിറ്റി പറയുന്നു, അങ്ങനെ ആൾക്കാർ 2 പേരും ഇവിടെ വന്നിട്ട് പോലും ഇല്ല, ഇവിടെ ആരും പുറത്തു പോയിട്ടില്ല, അകത്തും പോയിട്ടില്ല. പിന്നെയാണ് മനസ്സിലായത്, ഇത് ദൂതനാണ് ഇറങ്ങി എന്നെ സൗഖ്യമാക്കിയെന്ന് എനിക്ക് തിരിച്ചറിയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതേ ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഡോക്ടറിനെ വീണ്ടും ഡോക്ടറെ വീണ്ടും അഡ്മിറ്റ് ചെയ്തിട്ട് ഇതെന്ത് പ്രതിഭാസമെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഡോക്ടർ ട്രീറ്റ് ചെയ്തു. നോക്കിയപ്പോൾ എല്ലാ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി, ENT ഉണ്ട്, സ്കിന്നിന്റെ ഉണ്ട്, എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇവർ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ കുട്ടി എന്താണ് 4 മാസം ഞങ്ങൾ നോക്കിയിട്ട് സൗഖ്യമില്ലാതിരിക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ഇപ്പൊ സംഭവിച്ചത് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യം കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ കേട്ടതിന് എനിക്ക് മറുപടി പറയാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയായി മാറി. ആമേൻ. 6 വയസ്സ് പറഞ്ഞ് നന്നായി പാടുമായിരുന്നു. നന്നായി ഞാൻ സ്കൂളിലും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പോകുന്ന സമയത്തൊക്കെ നന്നായി ഞാൻ പാട്ട് പാടുമായിരുന്നു. അല്ലെങ്കിൽ പള്ളിയിലാണ് പോകുന്നെങ്കിലും വീട്ടിലിറങ്ങി നന്നായി പാട്ട് പാടുമായിരുന്നു. അവൻ നടക്കുമ്പോൾ ഞാൻ പാട്ട് പാടും, നന്നായി പാടാൻ കഴിവ് വന്നു തന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി, എനിക്ക് നന്നായി സംസാരിക്കാൻ നാവുകൾ പൊങ്ങാത്ത അവസ്ഥയായി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞു ജീവോടെ കിട്ടി, പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധ കേൾക്കണം. ഇനി ഒരിക്കലും ഈ കുട്ടി സംസാരിക്കില്ല. ഇവന്റെ നാവിന്റെ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഇവന്റെ അസുഖം മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന രോഗത്താൽ ഇവൻ ബാധിക്കപ്പെട്ടതാണ്. അന്നാണ് രോഗം കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി ഒരിക്കലും ഈ ഒരു റീക്രിയേറ്റ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ആ ഒരു സംവിധാനം ഇനി ഒരിക്കലും മടങ്ങി വരില്ല, ഡെഡായിപ്പോയി. ഇനി ഒരിക്കലും കുട്ടി സംസാരിക്കില്ല. സന്തോഷം, ഒരു ഭാഗത്ത് സന്തോഷം ജീവനോടുണ്ടല്ലോ എന്ന് സന്തോഷമുണ്ട്, പക്ഷെ മറുഭാഗത്ത് ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം കഴിയാത്തൊരവസ്ഥയിൽ എങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, കുഞ്ഞു ജീവനോടുണ്ടല്ലോ എന്ന രീതിയിൽ മുമ്പോട്ട് പോയി. രണ്ടാമത് പിന്നെ സ്കൂളിലേക്ക് വന്നപ്പോ 6 മാസം കഴിഞ്ഞു, അടുത്ത അധ്യയന വർഷം തുടങ്ങി. ചിലപ്പോ സ്കൂളിൽ അധികം പറഞ്ഞു ഇനി ഈ പേരിൽ ഇനിയോ ചേർക്കാൻ പറ്റില്ല, 2ാം ക്ലാസ് ഇരുത്താനും പറ്റില്ല, 1ാം ക്ലാസ്സിന് ഇരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ സെബാസ്റ്റ്യൻ പേര് വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ദൈവന്റെ പേര് മാറ്റി. അപ്പോൾ തന്നെ മോനി വികസന പേര് വിട്ടു. അവിടെ വെച്ചാണ് പേര് ദൈവം മാറ്റിയെടുക്കുന്നതും. അബ്രാഹ്മനെ പോലെ ദൈവം പേര് മാറ്റി മോനി എന്ന് പേരാക്കി. ഒത്തിരി കളിയാക്കൽ എനിക്ക് അന്നുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ പേരാണ്, ലേഡീസിന്റെ പേരാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളി. പക്ഷെ അതിനൊക്കെ ഉപരി എന്നെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി ഹറാസ്മെന്റ് ഇറങ്ങി. കുഞ്ഞുങ്ങളെ കൂടെ കളിക്കാൻ, വീടിനകത്തും പുറത്തും കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. സ്വത്രം. അതിനുശേഷം ഞാൻ കുഞ്ഞായതുകൊണ്ട് അത്രമാത്രം എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ 9ാമത്തെ വയസ്സായപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഫീൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇച്ചുകൂടെ മെച്ചുറായി, ഇച്ചുകൂടെ നമുക്ക് സ്കൂളിൽ കടന്നു പോകുന്നതുകൊണ്ട് കൂട്ടുകാരുമായി ഒത്തിരി കളിക്കാനോ സഹകരിക്കാനോ പറ്റാത്തൊരവസ്ഥയായപ്പോഴേക്കും എനിക്ക് ഒത്തിരി പ്രഷറായി. കൂട്ടുകാരെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആരും എന്നെ കളിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥയായി. എന്നെ കളിയാക്കാൻ തുടങ്ങി. വിക്കൻ മോനി എന്നുള്ള പേര് എനിക്ക് അന്ന് സ്കൂളിൽ ഇടാൻ തുടങ്ങി. കാരണം ഞാൻ സംസാരിക്കില്ല, എന്റെ വാക്കുകൾ പുറത്തു വരില്ല. അവൻ എന്നേക്കാൾ നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നന്നായി സംസാരിക്കും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ബഹുമാന്യ മുഖ്യമന്ത്രിയായിരുന്ന VS സ്തോത്രം. പേര് മറന്നുപോയി. സ്തോത്രം. ഒരു ആദ്യത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹം എന്നൊക്കെ നന്നായി സംസാരിക്കുമായിരുന്നു. അത്ര പോലും സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്ന എന്നെ സ്തോത്രം ദൈവം എന്നെ അങ്ങനെ ഞാൻ 9ാമത്തെ വയസ്സിൽ ഈ ഒരു ഹറാസ്മെന്റ് കിട്ടിയപ്പോൾ ഇനി മരിച്ചാൽ മതി, ഇവിടെ മുമ്പ് ജീവിക്കണ്ട എന്ന രീതിയിൽ അടുത്ത ചിന്ത എനിക്ക് മരിക്കണം. എങ്ങനെ മരിക്കണമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് മരിക്കണം, എനിക്ക് ജീവിക്കണ്ട. വീട്ടിനകത്ത് നിന്ന് ആരും എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല. ചേട്ടന്മാരുടെ മക്കളുണ്ട്, അവരെന്നെ കളിക്കാൻ കൂട്ടുന്നില്ല. സ്കൂളിൽ പോയാൽ അവിടെ എന്നോട് കളിക്കാൻ ആരില്ല. ക്ലാസ്സിൽ വെച്ചും അപ്പൊ എന്നെ കാണുന്നിടത്തെല്ലാം ഈ ഇരട്ടപ്പേര് പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അന്നു മുതൽ എന്റെ മാനസികമായി ഒത്തിരി ഞാൻ പിറകോട്ട് മാറി. എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലായി. ഞങ്ങളുടെ അടുത്തൊരു ചിറയുണ്ട്, എനിക്കറിയില്ല, എനിക്ക് 10 അധികം പ്രാവശ്യം ചെറിയ ചാട്ട് മരിക്കാൻ വേണ്ടി ചാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ചെറിയ താണു പോവില്ല. എനിക്ക് നീന്തൽ അറിയില്ല, എനിക്ക് ഇപ്പോഴും നീന്തൽ അറിയില്ല. പക്ഷെ ഞാൻ ചാടിക്കഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടി ചാടിയാണ്. ചാടിക്കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ പൊങ്ങിടക്കുന്നതല്ലാതെ ഞാൻ വെള്ളത്തിൽ താണു പോവില്ല. ആ ശ്രമം ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ സൈക്കിൾ പഠിക്കാൻ തുടങ്ങി. ലക്ഷ്യം മറ്റൊന്നാണ്. സൈക്കിൾ പഠിച്ചിട്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വണ്ടിക്കടിയിൽ പോയി വണ്ടി ഇടിച്ചു കയറ്റിയാൽ മരിക്കുക. ഓക്കെ, 9 വയസ്സുകാരന്റെ മനസ്സിൽ ചിന്ത നോക്കണം. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല. ഈ സൈക്കിൾ ചവിട്ടി പഠിച്ചിട്ട് വേണം വണ്ടി വരുമ്പോൾ ചെന്ന് വണ്ടിക്കടി കയറാൻ. അന്നത്തെ കാലം ഞങ്ങളുടെ നാട്ടിൽ തങ്കം എന്ന ലോറിയുണ്ട്. തങ്കം, അതിപ്പോ ഇന്ന് നാട്ടിലുള്ള പണ്ടത്തെ ലോറിയാണ്. അതിന്റെ മുമ്പിൽ ഞാൻ പല പ്രാവശ്യം സൈക്കിളുമായി പോയി ചെന്ന് വീണിട്ടുണ്ട്. പക്ഷെ എന്റെ അടുത്തിരുന്ന് വണ്ടി ഓഫായി പോകും, ഒന്നുകിൽ വഴി മാറിപ്പോകും, ഇല്ലെങ്കിൽ സമയം തെറ്റും. അവിടൊക്കെയും ദൈവത്തിന്റെ കർമ്മനെ തേടിയെത്തി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി കണ്ടിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, എത്ര പ്രതികൂലമാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും ഒരു കാര്യം ഓർക്കൂ, തൊടാൻ പോലും ദൈവം സമ്മതിക്കില്ല. തൊടാൻ പോലും സമ്മതിക്കില്ല. മരണം ആഗ്രഹിച്ചാൽ പോലും മരണം നമ്മളെ എത്തി നോക്കാത്ത രീതിയിൽ നമ്മുടെ കൂടെ ഇരിക്കും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രമല്ല. ആ സമയം ഉപേക്ഷിച്ചു. പിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടുകാർ വന്നു, എന്നെ അറിയുന്ന, എന്റെ സങ്കടം അറിഞ്ഞ് എന്നോട് സഹകരിക്കുന്ന കൂട്ടുകെട്ടുകൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു.
അതും ലേഡീസ് അല്ല, ജെന്റ്സ് ആണ്. കൂട്ടുകെട്ടുകൾ എന്റെ ചില സഹോദരങ്ങൾ, എന്റെ വീട്ടിലല്ല പുറത്തുള്ള എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് മോനെ നിന്റെ സ്ഥിതി മാറും. അതെനിക്ക് മറക്കാനാകാത്തൊരു കൂട്ടുകാരൻ, 7ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് എനിക്ക് മറക്കാനാകാത്തൊരു കൂട്ടുകാരനുണ്ട്. കുഞ്ഞുമോൻ എന്നാണ്. നിത്യം വിശ്രമിക്കുന്നു. സ്തോത്രം. ഞാൻ നിരാശയോടെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും അദ്ദേഹം വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പ് IPC ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഞങ്ങൾ ചോറ്, എന്റെ വീട് ഒത്തിരി ദൂരത്തൊന്നുമല്ല, സ്കൂളിനകത്ത് അടുത്താണ് സ്കൂള്. അപ്പൊ ചോറുണ്ട ശേഷം ഞാൻ വീട്ടിൽ കഴിയില്ല, വീട്ടിൽ അവിടെ സ്കൂളിൽ തന്നെ കഞ്ഞിയുണ്ട്. ചോറുണ്ട ശേഷം ഈ സ്കൂളിന്റെ തൊട്ടപ്പുറത്തൊരു ചീനിക്കാലയുണ്ട്, കപ്പ നട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ഈ പൈതൽ എന്നെ വിളിച്ചുകൊണ്ട് ഈ കപ്പക്കാട്ടിലേക്ക് പോകും. ആ കപ്പക്കാട്ടിൽ പോയ ശേഷം ഒരു ചോറ് കൊണ്ടുവരുന്ന പൊതി കൊണ്ടുവരുന്ന പേപ്പർ നിലത്ത് വിരിച്ചിട്ടിട്ട് ഈ പൈതൽ മുട്ടുകുത്തി നിൽക്കും. നിന്നിട്ട് അവന്റെ ഇടങ്കൈ അവന്റെ നെഞ്ചിലും വലങ്കൈ എന്റെ നെഞ്ചിലും വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ മോനെ അങ്ങ് ഉപയോഗിക്കുമാറാകണമേ, അങ്ങനെ തൊടുമാറാകണമേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാം, ഒരിക്കലും ഞങ്ങൾ പെന്തക്കോസ്തിലേക്ക് വരില്ല, ഒരിക്കലും വിശ്വാസത്തിലേക്ക് കടന്നു വരില്ല. പക്ഷെ ആ പ്രാർത്ഥന കേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിരിച്ച് മറ്റൊന്നാണ്, ഇവരെന്താ ഈ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്താ, അങ്ങനെ ദൈവം ഉണ്ടോ, അങ്ങനെ യേശു ഉണ്ടോ എന്ന് ഞാൻ സൗഖ്യമാകുന്ന കാര്യം എന്റെ നാവിന്റെ ശേഷി എനിക്ക് മടങ്ങി വരില്ല, നീ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് നന്നായിട്ട് എനിക്കറിയാം, ഡോക്ടർ പറഞ്ഞ കാര്യം നന്നായിട്ട് എനിക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഈ പൈതൽ പ്രാർത്ഥിക്കുന്നത് സൗഖ്യം തരുന്നത്? എങ്ങനെ? ഒരു ദിവസം ഇല്ലാതെ ആ സ്കൂളിൽ നിന്നും പോകുന്നത് വരെ, എക്സാം കഴിയുന്നത് വരെ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കുന്നിട്ടില്ല. എല്ലാ ദിവസവും ചോറിന്റെ ശേഷം ആ കപ്പക്കാലയിൽ പോയി ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ ഉയർച്ചയ്ക്ക് കാരണം ചെയ്ത ആ പ്രാർത്ഥനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രാർത്ഥനയാണ് എന്നെ എത്രത്തോളം ദൈവം എന്നെ മാനിച്ചതും എന്നെ ആദരിച്ചതും. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കൂട്ടുകാരോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഇന്നലെയും നാളെ ആ പ്രാർത്ഥന കാണാൻ കഴിയും, നിങ്ങൾക്കത് കാണാൻ കഴിയും. ഒരുപക്ഷെ ഇന്ന് കാണാൻ കഴിയുമെങ്കിൽ പക്ഷെ നാളെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ആ മറുപടി കാണാൻ കഴിയും. അത് വ്യക്തമായ തെളിവാണ് എന്റെ ജീവിതവും എന്റെ ശുശ്രൂഷയും. സ്തോത്രം. അവന് ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു 3 വർഷം ഈ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അവസാനത്തെ 7ാം ക്ലാസ്സിലെ എക്സാം, ഫൈനൽ എക്സാം കടക്കുന്നതിന് മുമ്പ് അന്ന് ശുശ്രൂഷയുള്ള വ്യക്തിയാണ്. പിതാവിന്റെ പ്രയാസന ഏറ്റവും ഇളയ മകനാണ് അദ്ദേഹം. കുഞ്ഞുമോനെന്നാണ് പേര്. അവന് ഏറ്റവും ഫൈനൽ എക്സാമിന്റെ തൊട്ട് മുമ്പ് ഫെബ്രുവരി മാസം ഒരു 10 ദിവസം മീറ്റ് ഡൽഹിയിലുണ്ട്. അതുകൊണ്ട് പെങ്ങൾ ഡൽഹിയിൽ താമസമുണ്ട്. ഡൽഹിയില് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവന് യാത്ര ചെയ്തു. ഡൽഹിയിലേക്ക് പോയി. അവിടെ ശക്തമായി ഉപയോഗിച്ച ശേഷം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പെങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് അവനെ ഡ്രൈവർ കൊണ്ടാക്കി. ലിഫ്റ്റിൽ കയറുന്നത് ഡ്രൈവർ കണ്ടു. കേട്ടാണ് ഡ്രൈവർ കടന്നുപോയത്. പക്ഷെ സമയം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് ഇവനെ ഫോൺ വിളിച്ചിട്ട് ആളിനെ കിട്ടിയില്ല. അവസാനം പ്രാർത്ഥന നടത്തിയ വീട്ടിൽ ആളെ വിളിച്ചു, കുഞ്ഞുമോൻ എന്ത് ചെയ്യും, വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അദ്ദേഹം കൊണ്ടുവിട്ടല്ലോ. ഏകദേശം 10 മണിയായപ്പോഴേക്ക് അദ്ദേഹത്തെ കൊണ്ടുവിട്ട് പോയതാണ്. പക്ഷെ തിരികെ 11 മണിയായിട്ടും ആളെ കാണാത്ത കൊണ്ട് തിരക്കിയപ്പോൾ അദ്ദേഹം പെട്ടെന്നാണ് എന്തൊക്കെയോ ശബ്ദം ആരൊക്കെയോ ഓടുന്നത് പോലൊക്കെ അവർക്ക് തോന്നി. പക്ഷെ വേറെ എന്തോ ചിന്തിച്ചു. പക്ഷെ അതിനുശേഷം ഒരു നോക്കം നോക്കിയപ്പോ കണ്ട കാഴ്ച ഈ പൈതൽ ലിഫ്റ്റ് മരിച്ചു കിടന്ന കാഴ്ചയാണ് കണ്ടത്. ആ ചെറുപ്രായത്തിൽ അതിനൊരു അസുഖം ഉണ്ടായിരുന്നു, ആരോടും പറഞ്ഞില്ല. ഈ അസുഖം ഉള്ളപ്പോഴാണ് എനിക്കൂടി പ്രാർത്ഥിച്ചതും എനിക്ക് വേണ്ടി വിടുതൽ അയക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതും. പക്ഷെ അവന്റെ അസുഖത്തെ പറ്റി അവൻ ആരോടും പറഞ്ഞിരുന്നില്ല. അവൻ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, ആരോടും പറഞ്ഞിരുന്നില്ല. ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ലിഫ്റ്റ് വെച്ച് അവന് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അവൻ ഇത്ര ചേർക്കപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, അവൻ ആ പ്രായത്തിനുള്ളിൽ അവന് ചെയ്തൊക്കെ ശുശ്രൂഷ എല്ലാം ദൈവം ചെയ്തെടുത്തു. സ്തോത്രം. അവൻ ആ പ്രാർത്ഥനയിൽ കഴിഞ്ഞ് ആ വിഷയത്തിലേക്ക് ഒത്തിരി എന്റെ ജീവിതത്തിന്മേൽ അടുത്തൊരു തകർച്ചയായിരുന്നു അവന്റെ മരണം. എനിക്ക് വല്ലാതെ ഹൾട്ട് ചെയ്തു എന്റെ ജീവിതത്തിന്മേൽ. ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. പിന്നെ എനിക്ക് അങ്ങോട്ട് സേവനം കിട്ടിയിട്ടില്ല. ഞാൻ അന്ന് മുതൽ എന്റെ സോണിലേക്ക് അല്ലെങ്കിൽ എന്റെ സീക്രട്ട് സോണിലേക്ക് ഞാൻ വ്യക്തികളെ ഞാൻ കണ്ടു ചെയ്യാൻ മടിച്ചു. കാരണം ഒത്തിരി
ഒത്തിരി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിട്ടുപോയാൽ നമുക്ക് ഒത്തിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ മുതൽ ഞാൻ സഹോദരൻ കൂട്ടുകെട്ട് ഞാൻ ഒത്തിരി ഞാൻ കുറച്ചു. ഇന്നെനിക്ക് വലിയ കൂട്ടുകെട്ടൊന്നുമില്ല. അന്ന് മുതൽ ഞാൻ കൂട്ടുകെട്ട് കുറച്ചു. ഇതൊത്തിരി ഞാൻ സഹകരിക്കുമായിരുന്നു. പക്ഷെ ആദറിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ആഘാതമായി ഞാൻ വീണ്ടും മരണത്തെ ചിന്തിക്കാൻ തുടങ്ങി. സ്തോത്രം. അവിടെ മുതലാണ് ഞാൻ മദ്യപാനം തുടങ്ങുന്നത്, 7ാം ക്ലാസ് വെച്ച്. സ്തോത്രം. പക്ഷെ അവിടെ മുതൽ ഞാൻ സ്തോത്രം തുടങ്ങി. പക്ഷെ പിന്നത്തേതിൽ എനിക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. വർഷങ്ങൾ കഴിഞ്ഞു. 20 വർഷം 1999 നവംബർ മാസം 26-ാം തീയതിയാണ് 6ാമത്തെ വയസ്സാണ് എന്നെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയത്. 99 നവംബർ മാസം 26-ാം തീയതി സ്തോത്രം 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞു പ്രാചീന സൗഖ്യം തന്നെ. സ്തോത്രമാലൂയ്യ. അതിൽ മുഖാന്തരം ഒത്തിരി ഉണ്ട്. 95 വിവാഹം നടക്കുന്നത്. ഞാൻ പെണ്ണെ കാണാൻ പോയി മിണ്ടിയില്ല, ഉറപ്പീരിന് പോയി മിണ്ടിയില്ല, കല്യാണത്തിന് പോലും മിണ്ടിയില്ല. കല്യാണം കഴിഞ്ഞ് 3-ലെന്നാണ് ഭാര്യ അറിയുന്നത്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല കാര്യം ഭാര്യ അറിയുന്നത്. എന്നും അത് തകർച്ചയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്ന് സത്യമായ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, എങ്കിലും കുടുംബമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്നാൽ 99 നവംബർ മാസം ഞാൻ അതിനുശേഷം എനിക്ക് താൽക്കാലികമായി KSE ബോർഡിൽ ജോലി കിട്ടി. അത് രാഷ്ട്രപതിയുടെ ജോലി കിട്ടിയത്. സ്തോത്രം. ആ ജോലിയോട് നിൽക്കുമ്പോഴാണ് ദൈവം എന്നെ തൊടുന്നതും. ഞാൻ ഇളങ്കവി പോസ്റ്റിന്റെ മണ്ട ഇരിക്കുകയാണ്. നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ആഘോഷിച്ചു. കുടിച്ച് മതോമത്തനായി വീട്ടിൽ വന്നു. പിറ്റേ രാവിലെ മന്ത്രിയാണ് ട്രാൻസ്ഫോമർ കമ്മീഷൻ ചെയ്യുന്നതും. 50 പോസ്റ്റോളം ഇട്ടിട്ടാണ് ഇത് ട്രാൻസ്ഫോമർ അവിടെ കമ്മീഷൻ ചെയ്യുന്നത്, മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഡെമോ ചെയ്യാൻ വേണ്ടി എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പോസ്റ്റ് മേലിരിക്കുകയാണ്, ഞാൻ ട്രാൻസ്ഫോമർ മേലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എല്ലാം വെച്ചു. പിന്നെ ലൈമ നോക്കി റിസൈൻ ചെയ്യാൻ മാത്രം മതി. എല്ലാ വർക്കും കഴിഞ്ഞു, ഷാക്കിളും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഇറങ്ങാൻ നോക്കിയപ്പോൾ എന്റെ ഇടത്തെ കാല് പൊങ്ങുന്നില്ല. എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ വർക്ക് കഴിയുമ്പോൾ ഞങ്ങളുടെ സിഗ്നൽ ഉണ്ട്. സ്പാനർ കൊണ്ട് ക്രോസ് ആമിൽ അടിക്കണം. 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞുള്ളതാണ്. കഴിഞ്ഞ ഡെമോ ചെയ്യും. ഡെമോ ആകുമ്പോൾ പുതിയ ട്രാൻസ്ഫോമർ, പഴയ ട്രാൻസ്ഫോമർ കറണ്ട് വരാൻ പുതിയ ട്രാൻസ്ഫോമർ ഓൺ ആക്കും. പഴയ പുതിയ ട്രാൻസ്ഫോമർ ഓൾറെഡി ഓഫാണ്. പക്ഷെ അവിടെ കറണ്ട് വരണം, എന്നിട്ട് ഓൺ ആക്കുള്ളൂ. അപ്പൊ പഴയ ട്രാൻസ്ഫോമർ ഓൺ ആക്കാൻ സിഗ്നൽ കൊടുത്തു. 50 പോസ്റ്റിന്റെ അപ്പുറത്താണ് പഴയ ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. ട്രാൻസ്ഫോമർ ഉള്ളത്. അപ്പൊ ഒരു പോസ്റ്റ് നീളം 30 മീറ്ററാണ്. അപ്പൊ 50 പോസ്റ്റിന് അപ്പുറത്താണ് ട്രാൻസ്ഫോമർ ഉള്ളത്. അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ ട്രാൻസ്ഫോമർ ഓൺ ആക്കാൻ വേണ്ടി ആള് പോയി. ഞാൻ ഈ പുതിയ ട്രാൻസ്ഫോമറിന്റെ മേളിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ കുടുങ്ങിപ്പോയി. എന്റെ ഇടത്തെ കാല് പൊങ്ങാത്ത അവസ്ഥയായി. ഇവർ ട്രാൻസ്ഫോമർ ഓൺ ആക്കി, കറണ്ട് പാസ് ചെയ്തു. സ്തോത്രം. എന്റെ കാല് ഷോക്ക് അടിച്ചു. പക്ഷെ അന്ന് അന്ന് കമ്പ്യൂട്ടേഴ്സിലല്ല, ഷിന്നിലെ കമ്പ്യൂട്ടേഴ്സിലാണ്. എവിടെയെങ്കിലും സ്പാർക്കായി പെട്ടെന്ന് കറണ്ട് ഇതായി പോവും, ട്രിപ്പായി പോവും. അന്ന് സംവിധാനമില്ല. പക്ഷേ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ കറണ്ട് ഓൺ ആക്കിയെങ്കിലും എന്നെ ഷോക്ക് അടിച്ചെങ്കിലും ഇലങ്കവേ ചിന്തിക്കണം. 14 വോൾട്ടാണ്, കത്തിപ്പോകും, പടക്കം പൊട്ടുന്നത് പൊട്ടിപ്പോകും. പക്ഷേ ദൈവത്തിന് കൃപയാൽ എന്റെ കാല് ഷോക്ക് അടിച്ചിട്ട് മസിൽ മരവിച്ച് എനിക്ക് കാല് മൂക്കാൻ പറ്റാതെ 24 ദിവസം ഞാനിരുന്നു. എന്റെ കാല് മടക്കാനാകാതെ ഒരേ ഇരിപ്പിൽ ഇടത്തെ കാല് മടക്കാൻ മൂക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ 24 ദിവസം വീട്ടിലെത്തിയിരുന്നു. അത് മൂക്കാൻ പറ്റുന്നില്ല. അത് ഷോക്ക് അടിച്ചിട്ട് മാംസം മൊത്തവും ഒരു ദിവസം ഇങ്ങനെ ചുരുങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് കാല് മൂക്കാൻ പറ്റുന്നില്ല. 26-ാം തീയതി നവംബർ മാസം 26-ാം തീയതി ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പുല്ലൂരേക്ക് പോയത്. ചേച്ചിയുടെ വീട് അവിടെയുണ്ട്. വൈഫിന് ചേച്ചി വീട് അവിടെയാണ്. അവിടെ ചെന്നപ്പോൾ പിറ്റേ 26-ാം തീയതി ഹർത്താലായതുകൊണ്ടൊന്ന് പോകാൻ പറ്റിയില്ല. 25 ഞങ്ങൾ അവിടെ എത്തി. 26-ാം തീയതി ഞാൻ ഡോക്ടറെ കാണാൻ പ്രതീക്ഷയോടെ പോയത്, പക്ഷെ കാണാൻ പറ്റിയില്ല. അന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞെന്ന് പറഞ്ഞത് ചേച്ചിയുടെ മകനാണ്. അവൻ പ്രവാചകനൊന്നുമല്ല. പക്ഷേ 98-ൽ കരിക്കത്തുള്ള പൊടിച്ച ഉപദേശിയുണ്ട്. അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല. അദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ്, സത്യപ്രവാചകനാണ്, അറിയപ്പെടാത്തയാലും എല്ലാ പൊടിച്ച ഉപദേശി. അദ്ദേഹം ദൂത് പറഞ്ഞു, മോനെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ, തൊടും. വർഷം ഉൾപ്പെടെ പറഞ്ഞു, ഞാൻ നിന്നെ തൊടും, നിന്നെ സൗഖ്യമാക്കും, നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം
എന്റെ അവസ്ഥ എനിക്കറിയാവുന്നത് കൊണ്ടും മദ്യപിച്ച് മതോമത്തനായി ഓളിന്റെ ഏറ്റവും അറ്റത്ത് പോരുന്ന എന്നോടാണ് അദ്ദേഹം ദൂത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചെവിക്കൊണ്ടില്ല. പക്ഷെ തമ്പുരാൻ ദൂത് മറന്നുപോയില്ല. ദൈവം എന്നെ തൊട്ടു. സ്തോത്രം ഹല്ലേലൂയ. ഈ ദൂത് ഒരിക്കലും എന്നെ കുഞ്ഞെ കിട്ടിട്ടില്ല, ഈ പൈതെ കിട്ടിട്ടില്ല. അവൻ ഈ ദൂത് ഒന്നും കൂടെ ആഴത്തിൽ വെളിപ്പെടുത്തി, ഇന്ന വർഷം ഇന്ന ദിവസം എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂത് ഈ 8 വയസ്സുകാരൻ എന്നോട് വീണ്ടും ആ ദൂത് പറയുകയാ. 99 ഞാൻ നിനക്ക് ദൂത് നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്, നീ സമർപ്പിക്കാൻ തയ്യാറായി, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു എന്ന് 8 വയസ്സുകാരൻ എന്നോട് ദൂത് പറഞ്ഞു. സ്തോത്രം. അത് പറയുകയും എന്റെ കാല് മടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, കാല് മടക്കാൻ പറ്റാതിരിക്കുകയാണ്. ഒരു ഇടത്തെ കാല് പൂർണ്ണമായി ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ്, നോക്കാൻ പറ്റില്ല, മടങ്ങിയിരിക്കുകയാണ്. അതെനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഒരാളെ സഹായമില്ലാതെ പോകാൻ പറ്റില്ല. പാസിട്ട് പോലെ ആ കാലം അങ്ങനെ മടങ്ങിയിരിക്കുക. എന്നോട് സംസാരിക്കുമ്പോ തന്നെ ഈ കുഞ്ഞ് എന്റെ കാലെ കഴിച്ച് പ്രാർത്ഥിച്ചു. അല്പം എന്ന് പറയട്ടെ, 24 ദിവസം എന്റെ കാല് മടങ്ങിയിരുന്ന കാല് 1 സെക്കൻഡ് കൊണ്ട് ഞാൻ സൗഖ്യമാക്കി. ആ മടങ്ങിയ കാല് മസിൽ ഫ്രീ ആയി, എന്റെ സ്കിന്ന് ഫ്രീ ആയി, പൊള്ളിയ സ്കിന്ന് ആ പൊള്ളിയ പാട് പോലും ഇല്ലാതെ ദൈവം സൗഖ്യമാക്കി. ഞാൻ ആ കാല് മടങ്ങിയ കാല് നൂത്തിരുന്നിട്ട് ആ മേശം ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. കരയാൻ തുടങ്ങിയിട്ട് ഞാൻ മുട്ടയിലിരുന്ന മാത്രയിൽ ഈ 8 വയസ്സുകാരൻ പുറകെ എന്റെ തോളെ കൈവച്ചു. 26 വയസ്സുള്ള എനിക്ക് 8 വയസ്സ് വെയിറ്റ് താങ്ങാൻ പറ്റിയില്ല. ഞാൻ അട്ടച്ചവിടെ ചുരുണ്ടുപോയി. വൈകിട്ട് 7:30 മണി മുതൽ വെളുപ്പ് 2:30 മണി വരെ ആത്മാവ് നിറഞ്ഞ് ആരാധിച്ചു. രണ്ടാമത്തെ അഭിഷേകമാണ് എന്ന് ഇറങ്ങി വരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അന്ന് രാത്രി ദൈവം അഭിഷേകം നിറച്ചു. വൈകിട്ട് 7:30 മണി മുതൽ വെളുപ്പ് 2:30 മണി വരെ ആത്മാവിനെ ആരാധിച്ചു. പക്ഷെ അന്ന് 2 സംഭവം നടന്നു. എന്നെ കാലിനെ സൗഖ്യമാക്കിയത് മാത്രമല്ല, ഇനി ഒരിക്കലും ഈ കുട്ടി സ്ഫുടമായി സംസാരിക്കുന്ന ആര് വിധി എഴുതിയോ, ഡോക്ടർ വിധി എഴുതിയോ, ആ വിധി എഴുത്തിനെ തമ്പുരാൻ അന്നും ദൈവം അറച്ചു തന്നു. നാവിനൊക്കെ ദൈവം അറച്ചു തന്നു. നവംബർ മാസം 99 നവംബർ 26-ാം തീയതി ദൈവത്തിന്റെ ദൈവനെ നാവിനെ തുറന്നു തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം നടത്തിയിരുന്നതിനൊക്കെയായി സ്തോത്രം ചെയ്യുന്നു. അന്ന് 6-ാമത്തെ വയസ്സിൽ ആമൻ വന്ന വ്യക്തി ദൂത് പറഞ്ഞതുപോലെ രാജ്യങ്ങളിലേക്കും ദൈവനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും എന്റെ കഴിവുണ്ടെന്നും അല്ല. എന്റെ വീട്ടിൽ ഇതുവരെ ആരും സ്തോത്രം അവൻ ഹോരബി പോയിട്ടില്ല. എന്റെ വീട്ടിൽ ഇത് ആരും ചെങ്കൽ കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി അത് പോയെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ അവർക്ക് ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് ദൈവം എനിക്ക് തന്നത്. ഓരോ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായി ഞാൻ ജോലി ഉപേക്ഷിച്ച് ബൈക്കോളേജ് കടന്നുപോയി. ഒരു ബൈക്കോളേജ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ബൈക്കോളേജ് ചെന്നപ്പോ അതറിയപ്പെടുന്ന ബൈക്കോളേജ്, ഞാൻ പേര് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. സ്തോത്രം. അവർക്ക് അത്ര കാഴ്ചപ്പാടേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചോട്ടെ. സ്തോത്രം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്യതാണ്, മിക്കന്മാർക്കും ഊമമാർക്കും ഇവിടെ ബൈക്കോളേജ് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി വിട്ടു. സ്തോത്രം. എനിക്ക് വളരെ സങ്കടമായി പോയി. ദൈവം സൗഖ്യമാക്കിയിട്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഷയമായിരുന്നല്ലോ എന്ന് എനിക്ക് സങ്കടമായി പോയി. പക്ഷെ എന്റെ അപ്പോഴത്തേക്ക് വിശ്വാസത്തിൽ കടന്നു വന്നു. വേറൊരു സഹോദരന് വേണ്ടി അദ്ദേഹത്തിന് കൂടെ പോയതാണ്, ഞാൻ ബൈക്കോളേജിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ എനിക്കൂടെ ഇന്റർവ്യൂ ചെയ്തു, എനിക്ക് ടെസ്റ്റ് ഇട്ടു. അദ്ദേഹം അഡ്മിഷൻ പോയ വ്യക്തി, പഠിക്കാൻ പോയ വ്യക്തിയേക്കാൾ ടോപ്പ് മാർക്ക് സ്കോർ എനിക്ക് കിട്ടിയത് കൊണ്ട് അവരുടെ കോളേജ് എനിക്ക് അഡ്മിഷൻ തന്നു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം പ്രഗത്ഭന്മാരായ അധ്യാപകന്മാർ ക്ലാസ് ലഭിക്കുന്ന ഭാഗ്യം തന്നു. സ്തോത്രം ഹല്ലേലൂയ. ജ്യോതിമാകം എഡിറ്റർ വർഗീസ് സാറെ, അതുപോലെ തന്നെ കാനം അച്ഛനെ, PG മാത്യു സാറെ, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ അധ്യാപകരുടെ കൈക്കീഴിൽ വചനം പഠിപ്പാൻ ഭാഗ്യം തന്നു. വിശേഷാൽ കാനവച്ച ക്ലാസ്സുകളൊക്കെ നമുക്ക് മറക്കാനാകാത്ത ക്ലാസ്സുകളൊക്കെ ഒട്ടൊരു വിഷയം ഇറങ്ങി വരട്ടെ. പക്ഷെ അവിടെ മുതലാണ് എന്റെ ശുശ്രൂഷയുടെ തുടക്കം തുടങ്ങാൻ പോകുന്നത്. 2000 മുതലാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിച്ചു സൗഖ്യമാക്കി. ശേഷം ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങി. ആദ്യം ഞാൻ പോകുന്നത് ചേച്ചി സഭയിലാണ് പോകുന്നത്. ആദ്യം പ്രസംഗിക്കാൻ പോവുകയാണ്. എനിക്ക് പ്രസംഗിക്കണം അറിയില്ല, ബൈബിൾ വായിച്ചിട്ട് ഒന്നും അറിയില്ല, എന്നോട് തമ്പാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വചനം വായിച്ചു മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. സമയം ദോഷ സമയം വന്നു.
പക്ഷെ 1.5 മണിക്കൂർ ആ ശുശ്രൂഷ പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എനിക്ക് 10 മിനിറ്റായിട്ട് തോന്നി ചിരിക്കുന്ന ചില ആത്മാരാധിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഈ കണ്ടു പ്രസംഗിക്കാൻ അറിയില്ല. ദൈവം അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ കണ്ടു പ്രസംഗിക്കാറില്ല, ശുശ്രൂഷിക്കുന്നവർക്ക് കണ്ടല്ല പ്രസംഗിക്കുന്നത്. ദൈവം തരുന്ന ആലോചനകൾ അപ്പത്തെ ആലോചനകൾ ദൈവത്തോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്ക് ഇവിടെ ബൈക്കോളേജിൽ പോയി. ബൈക്കോളേജിൽ പഠിക്കുന്ന സമയം എനിക്ക് ഒരു സ്ഥലം ദർശനം തന്നു. അത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ 3-ാം വർഷം ബൈക്കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുള്ളിക്കടുത്തുള്ള അണക്കര എന്ന ഒരു സഭയിൽ എനിക്ക് മീറ്റിംഗിന് വേണ്ടി പോകേണ്ടി വന്നു. 3 ദിവസം ഉപവാസഭാഗത്ത് ഞാൻ കടന്നുപോയി. അവിടെ പാസ്റ്ററിനെ കൊണ്ടുപോയി. ആ പാസ്റ്റർ ആ മേഖലയിലെ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം എന്നെ അടിമാലിയിൽ പോകുന്ന വഴിക്ക് എന്നോട് കൊണ്ടുപോയി. യാത്ര എനിക്ക് ഇഷ്ടമായത് കൊണ്ട് എന്നോട് കൊണ്ടുപോയപ്പോ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അടുത്ത് കണ്ടതുപോലെ വന്നതുപോലെ എനിക്ക് തോന്നി. നമ്മൾ പാസ്റ്റർ ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എനിക്കറിയില്ല ഈ സ്ഥലം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പോകണ സ്ഥലത്ത് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വന്ന ശേഷം ദൈവം ഏതാണ് ഈ സ്ഥലം, എനിക്കത് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ചെന്ന് രാജ്യവുമായി സംസാരിച്ചു. അത് വെളുപ്പുള്ള സ്ഥലമാണ്. അവിടെ പാസ്റ്റർ എനിക്ക് ആ സ്ഥലത്ത് പ്രവർത്തിക്കണം, സഹായം ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹം ഏജിലായത് കൊണ്ട് അദ്ദേഹം ഏജിലേക്ക് കയറാനുള്ള മുഖാന്തരം അദ്ദേഹം ഒരുക്കി. അവിടെ പിറ്റേ വർഷം എനിക്ക് അവിടെ പാസ്സായിട്ട് അദ്ദേഹം എന്നെ കയറ്റി. ചെന്ന് താമസിക്കിട്ട ഒരു ഷാപ്പിന്റെ മുറിയാണ്. ഒരു തൊട്ടപ്പുറത്ത് ഷാപ്പ് ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു ഭാഗത്ത് ചീത്തവിളി, ഒരു ഭാഗത്ത് പ്രാർത്ഥന, തൊട്ട് താഴെ BJPയുടെയും CPIയുടെയും പാർട്ടി ഓഫീസും. ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. 1-ാം ദിവസം പ്രയാസമായിരുന്നു. എന്റെ വീട്ടിൽ ഒരാൾ LC സെക്രട്ടറിയാണ്, റിപ്പബ്ലിക് LC സെക്രട്ടറി. കത്ത് തന്നിട്ടായിരുന്നു പാർട്ടി കൊടുക്കാൻ വേണ്ടി. ഒന്നും കൊടുത്തൊന്നുമില്ല. അത് വേറെ കാര്യം. ദൈവത്തെക്കാൾ വലിയൊരു റെക്കമെൻഡേഷൻ ഇല്ലല്ലോ. സ്തോത്രം. പക്ഷേ അവർ തന്നെ വൈകിട്ടാണ് കമ്മിറ്റി, അവർ തന്നെ കമ്മിറ്റി മാറ്റിയിട്ട് ഞായറാഴ്ച പകൽ ആരാധന തുടങ്ങി. സഭ വളരാൻ തുടങ്ങി. ശക്തമായി ഗ്രോത്തായി. അവിടെ മുതൽ അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ മേൽ ശുശ്രൂഷയുടെ മറ്റൊരു പരത്രികതയെ മാറ്റാൻ തുടങ്ങി. സ്തോത്രം. മരിച്ചു എന്ന് പറഞ്ഞ മരിച്ചു, ഇനിയില്ല. 2 മണിക്കൂർ ഡോക്ടർമാർ വിധി എഴുതി. അദ്ദേഹം ഇനി 2 മണിക്കൂർ ഇനി ജീവൻ ഉണ്ടാവുള്ളൂ, ഓക്സിജൻ തീർന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ആര് മരിക്കുമെന്ന് പറഞ്ഞ് വിധി എഴുതി. ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ അവിടുത്തെ സിസ്റ്റർ വന്ന് വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഇവർ മുഖാന്തരം ആ ദേശത്ത് വർക്ക് നടക്കും, ഒരു വേല ഉണ്ടാകും. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു കടന്നു പോയിട്ട് ഈ മോൾ എന്നെ ചോദിച്ചു, പാഷ നേരം വെളുപ്പിക്കുവോ, ഇന്ന് രാത്രി മരിക്കുക നേരം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല മോളെ, അമ്മ മരിക്കില്ല, അമ്മ ജീവിക്കും. അപ്പൊ ഈ മോളെന്ന് പറയാം, പാഷമ്മ കള്ളം പറയാതെ 4 ദിവസമായി അമ്മ കോമയെ കിടക്കുക, ഇനി എങ്ങനെയാ അമ്മ ജീവിക്കണേ? ഒരിക്കലും ഇല്ല, ഓക്സിജൻ കഴിയുമ്പോൾ അമ്മ മരിച്ചു പോകും. സ്തോത്രം. രാവിലെ എനിക്കന്ന് വണ്ടിയും സൗകര്യമൊന്നുമില്ല, ബസ് കയറി ഞാൻ പോരുന്നു. സ്തോത്രം. രാവിലെ കണ്ടപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഈ അമ്മ പത്രം വായിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. സ്തോത്രമല്ല, ഈ അമ്മ പത്രം വായിക്കുന്നു. അവിടെ അതിന് ബന്ധപ്പെട്ട് ഞാൻ കടന്നുപോയി. അവർ മുഖാന്തരം ഇന്ന് ആ സ്ഥലത്ത് ഒരു മാങ്കുളം എന്ന ദേശത്ത് ഒരു വേല ഇന്ന് അവിടെയുണ്ട്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയും അവിടെയുണ്ട്. സ്തോത്രത്താണ്ട് വാസന അടച്ച് സൂക്ഷിക്കുന്നുണ്ട്. അടിമാലിയിൽ ഞാൻ വണ്ടി എടുത്ത് അവിടെ പോയി വർക്ക് ചെയ്യുമായിരുന്നു. 3 വർക്കാണ് അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2 വർക്കുകൾ ഇന്ന് നിലവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ശുശ്രൂഷയുടെ മാറ്റം വരുന്നത് വഴിയിലെ കുഞ്ഞുങ്ങളെ മാനമായി തന്നു. മൂത്തയാള് ബ്ലസൻ, 2ാമത്തെ ആള് ബെൻസൻ. അവരും കുഞ്ഞുങ്ങളാണ്, അവരും സ്കൂളിൽ പഠിക്കുന്നു. സ്തോത്രം. അനുഭവങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ഒരേ സാധനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അടുത്തൊരു ടേൺ പീരീഡ് വരുന്നത് 2011-ലാണ്. എനിക്ക് മറക്കാനാകാത്ത ഒരു അപകടം ഉണ്ടായി. മൂവാറ്റുപുഴ ഇരട്ടപ്പാൽ എന്ന സ്ഥലത്ത് വെച്ച്. അന്ന് മേഖലയുടെ സെഷന്റെ ഇലക്ഷൻ സമയമാണ്. ഞാനും എൻ്റെ ഒരു സ്നേഹിതൻ പെസ്പെക്ടറും കൂടെ എറണാകുളത്ത് പോകുന്ന വഴിക്കാണ് അവിടെ അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ ഞാൻ വണ്ടി തെറിച്ചു പോയി. എന്നെ തല ചെന്ന് പാലത്ത് ഇടിച്ചിട്ട് 5 കുത്തിക്കെട്ട് തലയിലുണ്ട്. നിലത്ത് വീണു. ആ വീഴ്ച തല മറച്ചത് കൊണ്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ, ഒന്നും അറിയാൻ കഴിയുന്നില്ല. അന്ന് ഇന്നും താടി എടുത്തിട്ടില്ല. അപ്പം ആൾക്കാർ കൊണ്ട് നല്ല ചെറിയ ചാറ്റമഴയുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു വെള്ളം അടിച്ചു കിടക്കുക എന്ന രീതിയിൽ ആ വണ്ടി നിർത്താതെ കടന്നുപോയി. പക്ഷെ ഭാഷ കഴിഞ്ഞ ആരും വണ്ടി നിർത്തിയില്ല. അവസാനം ഞാൻ ഭാഷ വണ്ടി എടുക്കുക, ഞാൻ ഭാഷ ബൈക്കിൽ കയറി ഭാഷ പുറടക്കം പിടിച്ചിട്ട് ഹോസ്പിറ്റൽ കോലഞ്ചേരിയുള്ള ബെസലസ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറെ ചോദിച്ചു എന്താ പറ്റിയില്ല, വണ്ടി ഇടിച്ചതാണ്.
പെട്ടെന്ന് ട്രീറ്റ് ചെയ്തു. 5 കുത്തികൾ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? പാസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മൺ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിട്ട് ഇപ്പൊ 4 മാസമേ ആയുള്ളൂ. ഈ 4 മാസത്തിൽ 16 പേരാണ് ഇതേ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. സെയിം അറ്റംപ്റ്റ് ആണ്, സെയിം അടിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കും, നിങ്ങളുടെ ദൈവമുണ്ട്. അതുകൊണ്ടാ ഇന്ന് നിങ്ങൾ ജീവനോടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇന്ന് സംഭവിക്കില്ല. ഇതിന്റെ ബീഡിങ് ആയി മരണപ്പെടേണ്ടതാണ്. പക്ഷെ ആ വീഴ്ച എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തു. സ്തോത്രം. മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഇടത്തെ കാല് വേദന തുടങ്ങി. റിക്കവറായി വന്നു. തല ബുദ്ധിമുട്ടൊക്കെ റിക്കവറായി വന്നു. പക്ഷേ ഓരോ മാസം ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ഉപ്പൂറ്റി വേദന തുടങ്ങി, കാല് മസിൽ വേദന തുടങ്ങി. ശുശ്രൂഷ ഉള്ളത് കൊണ്ട് ഞാൻ ആ രീതി ആദ്യം ചിന്തിച്ചിട്ട് ഇളയ മോനിരുന്നിട്ട് പെൻസിൽ കൊണ്ട് ഉപ്പൂറ്റി കുത്തി ഞാൻ ഉറങ്ങുന്നത്. ഉറക്കമില്ല, എനിക്ക് നല്ല വേദനയാണ്. പക്ഷെ ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും 2012 ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എന്റെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് കാല് കുത്തുമ്പോൾ മാത്രമല്ല, എന്റെ വിരലിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത അവസ്ഥയായി. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഇടത്തെ കാല് പൂർണ്ണമായി പാരലൈസ് ആയി. ഞാൻ വീണ്ടും കിടക്കയിലേക്ക് മാറി. നീണ്ട മാസം തന്നെ കിടക്കയിലായിരുന്നു. സ്തോത്രം. ഇനി ഡോക്ടർമാര് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി. തൃശ്ശൂരിലെ ബസ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. MRI എടുത്തപ്പോൾ അദ്ദേഹം MRI കണ്ട റിസൾട്ടാണ് ഡിസ്ക് ബഡ്ജായിട്ട് താഴേക്കുള്ള സുഷുമ്ന നാഡി ബ്ലോക്ക് ആയി പോയി. ഇനി അത് വലിയ പാടാണ്, ഓപ്പറേഷൻ ചെയ്യണം. രണ്ട് രീതിയെ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആദ്യം ഡിസ്ക് വെക്കണം, അല്ലെങ്കിൽ ഡിസ്ക് ഉണ്ടാക്കി വെക്കണം. അവിടെ ചെയ്യാൻ പറ്റും. അവിടെ അദ്ദേഹം പറഞ്ഞ നല്ല എമൗണ്ട് ആവും. അങ്ങനെയാണ് എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ, ഒരു സ്നേഹിതനായ ഒരു പാസ്റ്റർ പറഞ്ഞത്. പക്ഷെ ട്രിവാൻഡ്രത്തിൽ ഡോക്ടറുണ്ട്. അദ്ദേഹം ഏഷ്യൻ നമ്പർ ഡോക്ടറാണ്. ഡോക്ടർ ചെറിയാൻ തോമസ്, എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടറാണ്. ഇപ്പൊ അദ്ദേഹം അയാൾ വീട്ടിലിരിക്കുന്നു. ഒത്തിരി പ്രായമുള്ള അദ്ദേഹം ഓർത്തോ സർജനാണ്. ഏഷ്യൻ നമ്പർ ഡോക്ടറാണ്. അദ്ദേഹത്തെ പോയി കാണാൻ പോയി. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്നും വണ്ടി എടുത്ത് കാറിനകത്ത് ഞങ്ങൾ നേരെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, പക്ഷേ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, 3 ഓപ്പറേഷൻ ചെയ്യണം. ഒന്ന്, കാലിൽ അസ്ഥി കട്ട് ചെയ്ത് ഡിസ്ക് ഉണ്ടാക്കി വയറ്റി സൂക്ഷിക്കണം. അതിനുശേഷം കാലിന്റെ അസ്ഥി വളർന്നു വരുമ്പോ അതിനുശേഷം 6 മാസത്തിന് ശേഷം വയറിൽ നിന്ന് ഈ ഡിസ്ക് എടുത്തിട്ട് ഡിസ്ക് റിമൂവ് ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്യണം. അങ്ങനെ 1.5 വർഷത്തെ ക്യാപ്പിനകത്ത് 3 ഓപ്പറേഷൻ ചെയ്യണം എന്ന രീതിയിൽ സംസാരിച്ചു. ഞങ്ങൾ അതിനോട് ക്രമീകരണം ചെയ്തു. ഏകദേശം 6 ലക്ഷം രൂപയാണ് അദ്ദേഹം അന്ന് 2012 ആവശ്യപ്പെട്ടത്. അവിടെ ക്രമീകരണം ചെയ്തു. അനേക രാജ്യങ്ങളിലേക്ക് കത്തുകൾ അയച്ചു. സാമ്പത്തികമൊക്കെ വരാൻ വരുത്താനുള്ള സമയം ഒക്കെ കത്തുകളൊക്കെ അയച്ചു. എന്റെ സ്നേഹിതൻ എന്റെ പ്രസിഡന്റ് കത്തുകളൊക്കെ അയച്ചു. വിവിധ സഭകളിലെ കത്തുകൾ അയച്ചു. സാമ്പത്തിക സുരക്ഷ വരുത്താൻ വേണ്ടി ക്രമീകരണം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രയത്തവറിൽ എന്റെ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു. നമ്മുടെ പുല്ലൂർ ഓഫീസുള്ള പ്രയത്തവറിൽ എന്റെ വിഷയം പ്രാർത്ഥി കൊടുത്തിരുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവ പൈതലിന്, ബൈബിൾ പഠിച്ചൊരു ദൈവ പൈതലിന് ഒരു വെളിപ്പാട് കൊടുത്തു. എന്റെ പേര് എടുത്തു. 2012 മാർച്ച് മാസം 8-ാം തീയതി മോനി പാഷ ഹോരേബ് നിർത്തും. ഇതാണ് ദൂത്. അവിടെ വെളിപ്പാട് ഇതാണ്. സ്തോത്രം. നവംബർ മാസം എന്നെ വിളിച്ചു പറഞ്ഞു, പാഷേ എനിക്ക് പാഷ ദൂത് പറയാനുണ്ട്. ഞാൻ ഞാൻ മോനെ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മളെ പരിചയമില്ല. പക്ഷെ പാഷ വിഷു പാർട്ടിക്ക് വന്നിവിടെ പാഷ എനിക്ക് ദൈവനോട് ദൂത് പറയുന്നത്, പാഷ അടുത്ത വർഷം 2012 മാർച്ച് മാസം 8-ാം തീയതി പാഷ ഹോരേബിൽ നിൽക്കുന്ന കാഴ്ച വെളിപ്പാടിനെ കാണിച്ചു. പ്രാർത്ഥിച്ചോളൂ, ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഞാൻ അവരോട് മോനെ എനിക്ക് അടുത്ത മാസം ഫെബ്രുവരി മാസത്തിൽ ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ്. എനിക്ക് ഒരു കാലം പാർലേഴ്സായി, ഇടത്തെക്കാലം പാർലേഴ്സായി, വലത്തേക്കാലം ഭാഗ്യമേ പാർലേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് 2012 മാർച്ച് മാസം 8-ാം തീയതി ഹോരേബിൽ പോകാൻ പറ്റുക? 2012 ഫെബ്രുവരി 24 ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്യുന്ന ഞാൻ പിന്നെ എങ്ങനെയാണ് മാർച്ച് മാസം 8-ാം തീയതി ഹോസ്പിറ്റലിൽ ഹോരേബിൽ പോകുന്നത്? രണ്ടും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. ഓപ്പറേഷൻ നടക്കുന്നത് 1.5 വർഷം കഴിയണം നടക്കണമെങ്കിൽ. പിന്നെ എങ്ങനെയാണ് മാർച്ച് മാസം 8-ാം തീയതി ഞാൻ ഹോരേബിൽ പോവുക? ഈ വല്ലാത്തൊരു അസ്വസ്ഥയായി. സെക്രട്ടറി സംശയിച്ച പോലെ ദൈവമേ നടക്കുവോ? ഇനി ചിന്തിച്ച് ഓപ്പറേഷന് ശേഷം പോവാതിരിക്കാമെന്ന് ചിന്തിച്ച് വിട്ടു. പക്ഷെ 2012 ഫെബ്രുവരി മാസം 23-ാം തീയതി ഹോസ്പിറ്റലിൽ എത്തണം. അഡ്മിറ്റ് 26-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നതും സ്തോത്രം. അങ്ങനെ തീരുമാനിച്ചു. 2022-ാം തീയതി രാത്രി ആയപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തുടങ്ങി.
വല്ലാത്തൊരു ഒരു 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 ഭാരമോ എനിക്കറിയാം, ഞാൻ മരിച്ചു പോകണം എന്നുള്ള ഒരു ടെൻഡൻസി എന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് കണ്ണ് നേരെ നിൽക്കുന്നില്ല, ഓൾറെഡി എന്നെ കാല് മറിച്ചതുകൊണ്ട് കൈകളിൽ ഒന്നും ചലിക്കുന്നില്ല. ഞാൻ ജെസ്സിയെ വിളിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾ അന്ന് 9 പഠിക്കുകയാണ്. അപ്പൊ അവരെ വിളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് രാത്രി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ഈ ഞെരുക്കം വരെ കേട്ടു, ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ബോഡി ഞാൻ ഫീൽ ചെയ്യുന്നു, ഈ നടുവിനകത്ത് ഈ പൂച്ച അള്ളിപ്പറിക്കുന്ന പോലെ എന്തോ ഈ ഡിസ്കിനകത്ത് എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നത് തിരിച്ചറിയുന്നുണ്ട്. അതെന്തോ മാറ്റം അറിയാൻ പറ്റുന്നില്ല, പക്ഷെ എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുക. പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കും തന്നെ എനിക്ക് അസ്ത്രമായ വേദന തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദന. ഞാൻ വാവിട്ട് തന്നെ വിളിച്ചു. ആ വേദനയുടെ കാഠിന്യത്താൽ ഞാൻ ഉറങ്ങിപ്പോയി. സ്തോത്രം. പക്ഷേ ആ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ എഴുന്നേറ്റുമ്പോ ഞാൻ കണ്ട കാഴ്ച, കടന്ന കാലിനകത്ത് ഉറുമ്പ് കടിക്കുന്ന ഒരു ഭീതി, ഒരു ടെൻഡൻസി എനിക്കുണ്ടായി. ഞാൻ കാല് തൊട്ട് നോക്കിയപ്പോൾ എന്റെ കാല് സെൻസ് ചെയ്യുന്നുണ്ട്, എന്റെ കാല് അനങ്ങുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 4 മാസമായി തളർന്നു കിടന്ന കാല് സ്തോത്രം ചലിക്കാൻ തുടങ്ങി. ഞാൻ രാത്രി തന്നെ എഴുന്നേറ്റ് ആരാധിക്കാൻ തുടങ്ങി. ഞാൻ കിടക്ക് ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്ത് ആരാധിച്ചു. ഹല്ലേലൂയ. ഈ 2 കാലും, ഒരു കാലം പൂർണ്ണമായി, മറ്റൊരു ഭാഗ്യമായി പാർലസ് ആയപ്പോയ കാലുകൾ അത് സൗഖ്യമാക്കിയപ്പോൾ ചാടി എഴുന്നേറ്റ് ആരാധിച്ചു. ഒന്നേ ചോദിച്ചുള്ളൂ, ഞാൻ ആവശ്യപ്പെട്ടല്ല ഹോരബിൽ പോകുമെന്ന്. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു, എനിക്ക് ദൂത് ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ. രാവിലെ ആയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ തീരുമാനമെടുത്തു, എനിക്ക് ഹോരബിൽ പോകണം. ആ ചിന്തയോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ ഞാൻ അടയാളം വെച്ചു, ഹൃദയം വെച്ച് അടയാളം വെച്ച്. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിക്കില്ല. നാളെ 23-ാം തീയതി ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ നാളെ എനിക്ക് ഇങ്ങോട്ടൊരാളെ വിളിക്കണം, പക്ഷേ പാസ്പോർട്ട് താ, ഞങ്ങളെ കൊണ്ടുവരാൻ അയാൾ ഇങ്ങോട്ട്. എനിക്കാണെങ്കിൽ പരിചയം ആരുമില്ല, പരിചയം ആരുമില്ല, നമ്പര് ഉണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ബന്ധമൊന്നുമില്ല. രാവിലെ 6:30 ആയപ്പോൾ എന്നെ വിളിക്കുകയാണ്, മോനി പാസ്റ്റല്ല എന്നാ ഞാൻ. അതെ പക്ഷെ പാസ്പോർട്ട് അയച്ചു തരൂ, നിനക്ക് വിസ തരാന്ന് രാത്രി എന്നോട് സംസാരിച്ചു. സ്തോത്രം. 23-ാം തീയതി, ഫെബ്രുവരി 23-ാം തീയതി രാവിലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നാളെ ഇന്ന് അല്ലെങ്കിൽ 23-ാം തീയതി ഇന്ന് തന്നെ എറണാകുളത്ത് റിയൽ ട്രാവൽസിൽ കൊണ്ട് പക്ഷെ പാസ്പോർട്ട് കൊടുക്ക്, ബാക്കി ഞാൻ കാര്യം ചെയ്തോളാം. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പൊ തന്നെ റെഡിയായി. മറക്കാൻ വയ്യാത്ത ഞാന് എഴുന്നേറ്റ് റെഡിയായി. വാഹനത്തിൽ വണ്ടി കയറി നേരെ എറണാകുളത്ത് പോയി. റിയൽ ട്രാവൽസിൽ പോയി. അതിൽ വിളിച്ചു പറഞ്ഞു, ഇല്ലേ ഭാഷ വരും, പാസ്പോർട്ട് എടുത്ത് വെച്ചാൽ പറഞ്ഞു. അങ്ങനെ അവിടെ പാസ്പോർട്ട് കൊടുത്തു. അവിടെ നേരെ പോകുന്നത് ഡോക്ടറത്തേക്ക് പോവുകയാണ്, ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. 24-ാം തീയതി അവിടെ ചെല്ലണം. 24-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ജെസ്സിയും കൂടെ വണ്ടി കയറി നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ട്രിവാൻഡ്രത്ത് ചെന്നു. എന്നെ ഞങ്ങൾ നേരത്തെ പേര് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് ജെസ്സിയാണ് ആദ്യം കൊണ്ട് കയറിയതും. ഭാഷ വന്നത് സംസാരിച്ചു. ഞാൻ നാളെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിക്കുക, ഭാഷ ഇതെന്താ പറ്റി? ഞാൻ ഡോക്ടറെ യേശുവിനെ സൗഖ്യമാക്കി. സ്തോത്രം. അതിനെ കെട്ടുപിടിച്ച് പറയുന്നു, ഏറ്റവും വലിയ ഡോക്ടർ യേശുവാണ്. യേശു കരത്തൊരു കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പാസ്പോർട്ട് കൊടുത്തു. ആദ്യമായിട്ട് സ്തോത്രം ഞാൻ ഫ്ലൈറ്റ് കയറുകയാണ് 12-ാം തീയതി. സ്തോത്രം. സ്തോത്രം. ഫെബ്രുവരി മാസം 6-ാം തീയതി വെളുപ്പിന്, രാത്രി 7-ാം തീയതി വെളുപ്പിന് ഞാൻ ഫ്ലൈറ്റ് കയറി. ഞാൻ രാജ്യത്ത് എത്തി. 8-ാം തീയതി, മാർച്ച് മാസം 8-ാം തീയതി തമ്പുരാൻ പറഞ്ഞതുപോലെ തന്നെ ഹോരബിൽ നിർത്തതയും ഭാഗ്യം തന്നു. ദൈവം ഒരു വാക്തത്വം പറഞ്ഞാൽ അത് വാക്തത്വം തന്നെയാണ്. അതൊരിക്കലും മാറിപ്പോകില്ല. സമയങ്ങൾ പോലും തെറ്റും, ആൾക്കാർ മാറാം, സാഹചര്യങ്ങൾ മാറാം, വീടുകൾ മാറ്റം വരാം, സൗന്ദര്യം മാറും, നമ്മുടെ വസ്ത്രങ്ങൾ മാറും, വാഹനം മാറും, ഒക്കെ മാറും. പക്ഷേ ദൈവത്തിന്റെ ദൂത് ഒരിക്കലും മാറില്ല. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കണക്കൂട്ടിലേക്കും അപ്പുറമാണ് പത്ത് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇതിനകത്ത് ദൂതുകൂടുണ്ട്, ഞാൻ പറഞ്ഞ മുമ്പോട്ട് പോകാം. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച, ഹോരബിൽ ചെന്നപ്പോ കണ്ട കാഴ്ച, അവിടെ ഈ പാറയൊന്നും ഇപ്പോഴും ഞാൻ പോയി കണ്ടപ്പോഴും വെള്ളം ഒലിച്ചു വരുന്നുണ്ട്, വെള്ളം ഉറ്റിട്ട് വീഴുന്നുണ്ട്. അവിടെ കണ്ടവർക്കറിയാം, ചെറിയ ഈർപ്പം അവിടെ ഇപ്പോഴും ഉണ്ട്.
വലിയ കുത്തിരിക്കില്ലെന്ന നിലനിൽപ്പ് എപ്പോഴും ഉണ്ട് അവിടെ. പക്ഷെ അവിടെ ഈ പാറ അടച്ചു വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ ഇതെന്താണ് ഈ പാറ ഈ പാടി വെച്ചിരിക്കുന്നത് എന്താണ്? അതാണ് അച്ഛൻ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞത്, പക്ഷേ ഈ വെള്ളം ഒഴിച്ചു വന്നത് കൊണ്ട് ഇവർക്ക് ഈ പുണ്യ സ്ഥലമായിട്ട് ഇവർക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അവിടെ രാജ്യത്ത് പറയുന്നത് സൗദിയിലാണ് സംഭവം നടക്കുന്നത്. അപ്പൊ അത് ആ രാജ്യത്തിന് അത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ ഈ വെള്ളം ഒഴുകുന്ന ഭാഗം അടച്ചു വെച്ചു. പക്ഷേ ഇവർ അടച്ചു വെക്കും, ദൈവം വേറെ പൊട്ടിക്കും. ഇവരെ താഴെടുക്കും, ദൈവം വേറെ പൊട്ടിക്കും. ഒരു കാര്യം മനസ്സിലായി, ദൈവം ഒരു വഴി തുറന്നാൽ നമ്മുടെ ജനറേഷൻ, എന്റെ ജനറേഷൻ, നിങ്ങളുടെ ജനറേഷൻ, ഭൂമി ഉള്ള കാലത്തോളം ആ വഴി അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഒരു വ്യക്തിക്ക് പോലും കഴിയില്ല, ഒരു ശുദ്രത്തിന് കഴിയില്ല, മതമായി കഴിയില്ല, ഒരു ആഭിചാരം കഴിയില്ല, ആർക്കും കഴിയില്ല. ദൈവം വഴി തുറന്ന് ആ വഴി അടയ്ക്കാൻ ആർക്കും ചെയ്ത കാര്യം നാം മറന്നു പോകരുത്. ദൈവം അങ്ങനെ ഓരോ കൊണ്ടുപോയി നിർത്തി പ്രാർത്ഥിച്ചു. ഇതുവരെ കൊണ്ടുവന്നു, 4 പേരെ കൊണ്ടുവന്നു. നമ്മുടെ 2 തലമുറകൾ നിങ്ങൾ തരാമെ തന്നു. ഇളയ മകൻ, മൂത്ത മകൻ ചെറിയ ജോലിയെ കോട്ടയത്ത് നിൽക്കുന്നു. 2 പേര് വിവാഹം കഴിച്ചു. ഇളയ മകൻ ടെക്നോപാർക്ക് നല്ല ജോലിയായിരുന്നു. അവന് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഹൈക്കോളേജിൽ പോകണം. അവന് വേണ്ട, ഞാനവിടെ നിർബന്ധിച്ചിട്ട് അവനെ BSc കമ്മ്യൂണിസ്റ്റ് പഠിപ്പിച്ചു, SAPയും പഠിപ്പിച്ചു, ടെക്നോപാർക്കിൽ 1 വർഷം ജോലി ചെയ്യിപ്പിച്ചു. കാരണം നാളെ പറയരുത് ശമ്പളം കിട്ടിയാത്തത് കൊണ്ടാണ്, വേറെ ജോലി കിട്ടാത്തത് കൊണ്ടാണ് പോയതെന്ന് പറയാൻ പാടില്ല. സ്വപ്നം ജോലിക്ക് വിട്ട ശേഷമാണ് ദൈവം എന്നോട് സംസാരിച്ചു. കഴിഞ്ഞ 3 വർഷം MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇപ്പൊ ഒരു സഭയുടെ ശുശ്രൂഷകനാണ് അവൻ. അംഗീകരിക്കപ്പെട്ട ഒരു സഭയായിട്ട് അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശക്തമായി അവരെ കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നൊക്കെ നന്നായി ശുശ്രൂഷിക്കാൻ അവർ ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. 2 പേരും നന്നായി പാടാനുള്ള പെൺകുട്ടിയാണ്. ശക്തമായി അവരെ ശുശ്രൂഷയിൽ മാനിച്ചുകൊണ്ട് അസംബ്ലി കോഡിലെ ശുശ്രൂഷയായിട്ട് ഇപ്പൊ അവനും സേവനം എത്തിക്കുന്നു. അടുത്ത മാർച്ച് മാസം 16-ാം തീയതി ഗ്രാജുവേഷനാണ്. എല്ലാവരും അതിനോട് പ്രാർത്ഥിക്കണം, ശുശ്രൂഷിക്കണം. കുടുംബമായി അത്ര വേറെ ചെയ്തത് ഞാൻ ആഗ്രഹം അതാണ്. ഇതിനിടയ്ക്ക് പറയാൻ ഒരു കാര്യം വിട്ടുപോയത്, സ്തോത്രം കഴിഞ്ഞ വർഷം സ്തോത്രം ജെസിക്ക് വൈഫിന് ട്യൂമർ ഉണ്ടായിരുന്നു. സ്തോത്രം 4 ഇഞ്ചോളം വീതിയുള്ള ഒരു ട്യൂമർ അതായത് ലെഫ്റ്റ് ആമിൽ ഉണ്ടായിരുന്നു. അത് പലർക്കും ഡൗട്ടായിരുന്നു ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ തന്നെ വല്ലാത്തൊരു അവസ്ഥ ഞങ്ങൾ ആയി. പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന തലേന്ന് രാത്രിയിൽ പ്രാർത്ഥന പൂർണ്ണമായി ആ ട്യൂമറെ അപ്രത്യക്ഷമാക്കി. പൂർണ്ണമായി അങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ ഇല്ല. ഇന്നും അതിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം, അടയാങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ അനുഭവ സാക്ഷ്യം പറഞ്ഞ ചുരുക്കം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറെ കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒത്തുപെട്ടു പോകുക. പക്ഷേ കുടുംബക്കാരുടെ മുമ്പിൽ, ചാച്ചക്കാരുടെ മുമ്പിൽ മാനിച്ചു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. വെളിപ്പെടുത്തി പറയട്ടെ, ദൈവമക്കളെ, നാം ദൈവം നിൽക്കാതെ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. മാറാത്ത ദൈവം. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്, യേശു മരിച്ചവരുടെ ദൈവമല്ല, മരിച്ച ദൈവവുമല്ല. അവൻ ജീവിച്ച ദൈവമാ, ഉയർപ്പിയ ദൈവമാ. മരിച്ചവരെ ഉയർപ്പിയ ദൈവം മറന്നു പോകരുത്. നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല, മരിച്ചവിടെയും ദൈവമല്ല. സ്തോത്രം, മറിച്ച് ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് തന്നത്തെ ഉയർത്തി ഇപ്പോഴും ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. അവൻ സകലതും അതതിന്റെ സമയത്ത്, നമ്മുടെ സമയത്തല്ല, അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. അത് ഇംഗ്ലീഷിൽ ഹീബ്രുവിലും വാക്ക് വ്യത്യാസമുണ്ട്. പരാത്തിലാണെന്ന് മനോഹരമായ വേറൊരാൾക്കൊരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ, വേറൊരു വ്യക്തിക്ക് കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പൊ പെർഫെക്ഷൻ ആയിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. നിന്ദിക്ക് മുമ്പാകെ, പരിഹസിക്ക് മുമ്പാകെ, സകലം വിളക്കുന്നതിന് മുമ്പാകെ ദൈവം മാനിക്കുന്ന മണ്ഡലങ്ങൾ ഇതുവല്ല. നീ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ഭാരം അനുഭവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറാകൂ. നിന്ദിച്ച മുമ്പാകെ, പൈസ മുമ്പാകെ യോസഫിനെ പോലെ മാനിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. അത് തക്ക സമയത്ത് അവരുടെ സമയത്ത് വെളിപ്പെട്ടിരിക്കും. അത് ഒരിക്കലും മാറിപ്പോവില്ലെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ദൈവം നമ്മെ ആവേശത്തോളം
സ്തോത്രം ചെയ്യുന്ന ഓർത്തുകൊണ്ട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രമാണ്. പകൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുവാൻ പോകുന്നതുകൊണ്ട് എനിക്ക് മിസ്സായി പോകുന്നു, സോറി. സ്തോത്രമാണ്. ഇന്ന് രാത്രി സന്ധ്യാവേളയിൽ നിങ്ങൾ പാലിക്കുന്ന സ്തുതിക്കും. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും, ഞങ്ങളെ ഓർത്തും ഓർത്തും പ്രാർത്ഥിക്കുക. എന്റെ ആഗ്രഹം അതാണ്. ദൈവത്തിന് ഇഷ്ടം നമുക്കറിയില്ല. അവസാനം വരെയും ക്രിസ്തുവിന്റെ മരിക്കാൻ ആഗ്രഹിക്കും. ശുശ്രൂഷയിൽ നിന്ന് മരിക്കണം, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയായി മരിക്കണം. അതിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെ ആണെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടം, നമ്മുടെ ഇഷ്ടമുള്ള ദൈവത്തിന്റെ ഇഷ്ടം ദൈവം നടത്തുന്നു. വൈകളൊക്കെ സ്തോത്രം. ഞങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. MD ഇപ്പോൾ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ബൈബിൾ ആർക്കിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കും. ദൈവം നമ്മെ ഈ അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിക്കും അന്യ പ്രവർത്തകർക്കും എന്റെ നന്ദിയും വന്ദനത്തെയും അറിയിക്കട്ടെ. ദൈവം ഞങ്ങളുടെ ആളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി നന്ദിയുണ്ട്. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ, പിന്നെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് വിടുതലും ആശ്വാസവുമാക്കി കർത്താവിന്റെ ദാസനെ ദൈവം തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ഈ സന്ധ്യാവേളയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമായിരിക്കയാൽ അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് പകൽക്കാലം അടുത്തു വരുന്നല്ലോ. തമ്പുരാനെ, ഇന്ന് സന്ധ്യാവേളയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഈ ഡിവൈസ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. ദൈവത്തെ പോലും നിറയ്ക്കുമാറാകണം. ഇതിൽ രോഗത്തെ ഭാരപ്പെടുന്നവരുണ്ട്, പ്രയാസത്തെ ഭാരപ്പെടുന്നവരുണ്ട്, ദുഃഖത്തെ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരത്തെ ഭാരപ്പെടുന്നവരുണ്ട്, ക്യാൻസറുകളത്തെ ഭാരപ്പെടുന്നവരുണ്ട്. അടിയന് സൗഖ്യമാക്കി യേശുവിന്റെ കരം ഇന്ന് പകൽ അവരെ തൊടുമാറകണമേ. അവരുടെ പ്രതിസന്ധി അങ്ങ് മാറ്റുമാറകണമേ. സകല പ്രതികൂലങ്ങളെയും യേശുവിന്റെ നാമത്തിന്മേൽ ഒരു ഹീലിംഗ് വെളിപ്പെടാൻ സഹായിക്കുമാറ് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തി വെളിപ്പെടാൻ സഹായിച്ചാട്ട് സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്മേൽ അത് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വെറുത്താട്ട് മഹത്വം അങ്ങോട്ട് കണക്കുമിക്കൾ നിറയ്ക്കണമേ. ഇവിടുത്തെ ക്രൈസ്തവ വിചാരണ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആശ്വാസമിത്രായി സ്തോത്രം. മഹത്വം അങ്ങോട്ട് പ്രാർത്ഥനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. ദേവദാസന്റെ ഒരു ഫോട്ടോ, 1-2 ഫോട്ടോ ഇങ്ങോട്ട് ഇട്ടേക്കണേ പാസ്റ്ററെ. ഓക്കെ. പക്ഷേ എന്നായിരിക്കും ടെലികാസ്റ്റ് എങ്ങനെ എന്നത് ഒരു 5-6 2 എടുക്കും പാസ്റ്ററെ. ഓക്കെ, ഓക്കെ. അന്നേരം ഞാൻ പാസ്റ്ററിന് വോയിസ് ഇട്ടേക്കാം. പാസ്റ്റർ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ദേവദാസനെ കാണാൻ കഴിയും. ഓക്കെ പാസ്റ്ററെ. പിന്നെ ദേവദാസന്റെ അറിവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല സാക്ഷ്യങ്ങളുള്ള ദേവദാസന്മാരുണ്ടെങ്കിൽ, ഇതുപോലെ ഉള്ളെങ്കിൽ അവരുടെ നമ്പറുകൾ അവിശ്വാസിയോ പാസ്റ്റർമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഓക്കെ. ദേവദാസനെ താങ്ക് യു. ദേവദാസന്റെ ഒരു സമയം അനുസരിച്ച് ഒരു അരമണിക്കൂർ നമുക്കൊരു മെസ്സേജും കൂടെ തരാൻ കഴിയുമെങ്കിൽ, ഏതെങ്കിലും ഒരു ദിവസം പറ്റുമെങ്കിൽ ദേവദാസൻ. ഓക്കെ പാസ്റ്ററെ. കർത്താവ് ദേവദാസനെ എല്ലായിടത്തും ശുശ്രൂഷയ്ക്ക് ദേവദാസൻ കടന്നു പോകുമല്ലോ, ഇല്ലയോ? ഓക്കെ, ഓക്കെ പാസ്റ്ററെ. പാസ്റ്റർ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിലായിരുന്നു, പഞ്ചാബ് ഡൽഹിയിലുണ്ടായിരുന്നു. ഞാനുള്ള സമയത്ത് പഞ്ചാബ് ഉണർവ് നടന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണേ. അന്ന് ഞാൻ അവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ടായിരുന്നു. അടുത്ത മാസം വീണ്ടും ഡൽഹിക്ക് കടന്നു പോകുന്നു. വിവിധങ്ങൾ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, വിവിധ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിവല്ല ദൈവത്തിക്ക് പോകുന്നു. അതെ, അതെ, കർത്താവ് ഉപയോഗിക്കട്ടെ പാസ്റ്ററെ. ഓക്കെ ദേവദാസനെ, നമുക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാട് പാസ്റ്റർ. 1 മിനിറ്റ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ഈ സന്ധ്യാവേളയ്ക്ക് സ്തോത്രം. അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് ഈ ചാനലിന്റെ പുറത്തുകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്ത സ്ഥല ശുശ്രൂഷകൾ അവിടെ കൂടിയേക്കുമാറ് പ്രാർത്ഥിക്കുന്നു. ദൈവസഖ്യനെ കൊണ്ട് നിറച്ചാട്ട് അങ്ങനെ പ്രവർത്തി വെളിപ്പെടുവാൻ അങ്ങനെ സഹായിക്കുമാറ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടക്കുന്ന സകല നമുക്കായി പ്രാർത്ഥനയുടെ നാളമങ്ങിക്കുമാർ അങ്ങനെ നാമം ചൊല്ലി ഈ പ്രവർത്തനങ്ങളെയും ഈ സംരംഭത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവേ. മാനിച്ചാട്ട് ഞങ്ങളെ ബലപ്പെടുത്തുമാറങ്ങണമേ.
ഹീരോയ്ക്ക് ബലപ്പെടുത്തുകയും ചെയ്തായിട്ട് മഹത്വം പങ്കെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റേ, താങ്ക് യു. ഓക്കെ, വെൽക്കം, വെൽക്കം, വെൽക്കം.